നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി MP ആവാൻ ഫിറ്റാണെന്ന് CPM പിന്തുണയോടെ മേയറായ MK വർഗീസ് പറഞ്ഞത് വൻ വിവാദത്തിലേക്ക് കടക്കുകയാണ്. മേയർ ഈ വാക്ക് പറഞ്ഞതിനു പിന്നാലെ സുരേഷ് ഗോപിക്ക് മേയറുടെ പിന്തുണ എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. ഇതോടെ മേയർ അസ്വസ്ഥനായി. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് ഈ ഒരു കാര്യം, അതായത് താൻ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകുന്നു എന്ന കാര്യം നിഷേധിക്കുകയുണ്ടായി. തൻ്റെ പിന്തുണ LDFനാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് തേടി മേയറുടെ ചേംബറിൽ എത്തുകയായിരുന്നു സുരേഷ് ഗോപി. സുരേഷ് ഗോപി എങ്ങനെയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മേയർ ഫിറ്റാണ് എന്ന മറുപടി പറഞ്ഞത്. MP ആവാൻ ഫിറ്റാണോ എന്ന് ചോദിച്ചപ്പോഴും എന്തുകൊണ്ടല്ല എന്നായിരുന്നു ഉത്തരം. ഫിറ്റായത് കൊണ്ടാണല്ലോ അദ്ദേഹം മത്സരിക്കുന്നത്. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ഒരുപാട് ഗുണങ്ങൾ ആവശ്യമാണ്. അത് സുരേഷ് ഗോപിക്കുണ്ട്. സുരേഷ് ഗോപി മിടുക്കനാണ് എന്നായിരുന്നു മേയറുടെ വാക്കുകൾ. സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ വികസനത്തിനായി 1 കോടി നൽകിയതായും മേയർ പറഞ്ഞു. സ്വതന്ത്രനായി മത്സരിച്ചാണ് MK വർഗീസ് ജയിച്ചത്. അതേസമയം സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മേയറുടെ പിന്തുണയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് വൈകിട്ട് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി MP ആവാൻ ഫിറ്റെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് മേയർ നിലപാട് തിരുത്തിയത്. സംഭവം വിവാദമായതോടെ അതിൽ നിന്ന് തലയൂരാനുള്ള ശ്രമം ശക്തമാക്കുകയായിരുന്നു മേയർ. ഇടതു പിന്തുണയോടെ തൃശ്ശൂർ മേയർ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് വിമത കൗൺസിലറാണ് MK വർഗീസ്. എന്തായാലും സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞ വാക്കുകൾ അത് ഇപ്രകാരമായിരുന്നു. MP ആകുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് കുറേ ഗുണങ്ങൾ വേണം. മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ പൊതുവെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഇതെല്ലാം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണ് എന്നായിരുന്നു തൃശ്ശൂർ മേയർ പറഞ്ഞത്. തൃശ്ശൂർ മേയർ എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്നുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചിന്തയും അങ്ങനെ തന്നെയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും, സ്വതന്ത്രമായി പ്രവർത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം മേയറുടെ പ്രതികരണത്തിൽ ഉണ്ടായത്. പക്ഷേ സംഭവം വിവാദമായതോടെ തിരുത്തി പറഞ്ഞത് ഇപ്രകാരമാണ്. തൃശ്ശൂരിൻ്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും സ്വീകരിക്കും, ആരെയും വെറുതെ വിടില്ല. തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെയെന്നത് ഞാൻ നോക്കുന്നില്ല എന്നായിരുന്നു മേയറുടെ ഈ വിവാദമായതിനു ശേഷമുള്ള പ്രതികരണം. ഞാൻ സ്വതന്ത്രനാണ്. നാട് നന്നാക്കാൻ ആര് സാമ്പത്തിക സഹായം തന്നാലും അത് വാങ്ങുക എന്നത് മാത്രമേ തൻ്റെ ലക്ഷ്യമുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. പിന്തുണ കൊടുക്കലല്ല. സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റുള്ള സ്ഥാനാർത്ഥികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളും മിടുക്കന്മാരാണ്. 3 പേരും ഫിറ്റാണ്. സുനിൽകുമാർ എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ്. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ പിന്തുണ ഇല്ല എന്നും മേയർ പിന്നീട് തിരുത്തി പറഞ്ഞു. CPI നേതാവും മുൻ മന്ത്രിയുമായ സുനിൽകുമാറാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. UDFനായി വടകരയിലെ സിറ്റിംഗ് MP K മുരളീധരനാണ് മത്സരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.